പ്രശ്നമാണ്. നീ യൂണിയൻ ചെയർമാൻ ആയതിനു ശേഷമുള്ള ആദ്യത്തെ പ്രോഗ്രാമാണ്, അസലാക്കണം. അതുകൊണ്ടാണ് കമ്മിറ്റി മെമ്പേഴ്സിനെ മാത്രം വിളിച്ചു വരുത്തിയത്. വെൺഭരണം കുറെ കൂടുന്നുണ്ട്. ഞങ്ങൾ കുറെ ആണുങ്ങൾ മീശയും വെച്ച് നടക്കുന്നതേ ഭംഗിക്ക് വേണ്ടിയല്ല. ഞാനാണ് ഇവിടുത്തെ ചെയർമാൻ, സിന്ധുവാണ് ഇവിടുത്തെ ആർട്ട് സെക്രട്ടറി. എന്ത് പ്രോഗ്രാം വേണം എന്ത് വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കാണ്. ചളവാക്കോ ആക്കിയത് ഞങ്ങൾ സഹിച്ചോളാം. നീ പോടി ഞാവാലി, ഒരു ചുന്തരാമ്പാൻ. വെറുതെ എടി പൊടിന്ന് വിളിച്ചാലുണ്ടല്ലോ. ഓ, തന്തക്കളവും പ്രിൻസിപ്പലായതിന്റെ തണ്ടാവും. ഇവിടെ കുറെ പെണ്ണുങ്ങളുള്ളതുകൊണ്ടും അവളുമാരെയൊക്കെ കൂടെ നീയെ കൂടെ സോപ്പിട്ടത് കൊണ്ടും ആ ചക്കട വണ്ടിക്കാരൻ ഓട്ടം ചെയ്തുകൊണ്ടല്ലേ ജനന്യമ്മ ജയിച്ചത്. നീ വളർന്നു. ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം നടന്നിട്ടുണ്ടെങ്കിൽ അത് കുളം കോരിയില്ല വളർന്നു. അത് കുളം കോരിയില്ലെങ്കിൽ എന്റെ പേര് വിശ്വനാഥൻ എന്നല്ല, മനസ്സിലായോ? നീ പോടാ പുല്ലേ. നീ എന്റെ പേര് പുല്ല എന്നല്ല, രാഗം വൈദ്യനാഥൻ. ഐ ആം ദി പ്രിൻസിപ്പൽ ഓഫ് ദിസ് അക്കാഡമി. കം ടു ദി ഓഫീസ്. മിസ്റ്റർ വിശ്വനാഥൻ, ഒരു സംഗീത വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് താൻ ഈ കോളേജിലെ എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായതുകൊണ്ടാണ് തന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യാത്തത്. ബട്ട് ദർ ഇസ് എ ലിമിറ്റ് ഫോർ എവരിതിങ്. ഇതെന്റെ അവസാനത്തെ വാർണിംഗ് ആണ്. ഇനി ഒരിക്കൽ കൂടി നിങ്ങളെ കുറിച്ചൊരു കംപ്ലൈന്റ് വന്നാൽ പ്രിൻസിപ്പൽ രാഗം വൈദ്യനാഥിന്റെ ശരിക്കുള്ള നിറം നിങ്ങൾ മനസ്സിലാക്കും. യു മേ ഗോ. രാഗം നിന്നെ പേഷ സൽക്കരിച്ചോടാ. അയാളെന്ത് ചെയ്യാൻ? ഇവന്റെ ചിറ്റപ്പനല്ലേ. എത്ര പോയാലും ഇവിടം വരെ പോവാൻ. നീ എല്ലാം പണ്ട തപ്പക്ക് നല്ല ഉത കിടക്കും. ആർക്ക്? എനക്കുതാ, വേറെ ആർക്ക്? നിന്റെ മുറപ്പണ്ണല്ലേ ജന്നി. കഴിവറവള് കുറച്ച് അധികം വലസുന്നുണ്ട് ഇവിടെ കിടന്നു. അവളെ തന്തയും കൂടെ ഞാൻ കമ്പോസ് ചെയ്യുന്നുണ്ട്, നോക്കിയോ. അറേ നീ ரொம்ப பேசாதே பேசுன என்னடா? அவள மேல உனக்கு இவ்வளவு கோபம் இருந்தா நீ ஏன்டா எப்ப பார்த்தாலும் அவளு போட்டோ புக்கில வச்சிட்டு நடக்கற? போட்டோ புக்கில வச்சிட்டு நடக்கற? അറിയോ നിനക്കെന്താ ലവ്വാ? ഇന്ന ലവ് ചൊല്ലേ. അത് சொல்லு சொல்லு. അത് சொல்லு. എന്നെ വിളിച്ചാ யாருமே கூப்பிடல. இங்க வா இங்க வா. அப்படின்னா நீ ஏன்டா அவளு போட்டோ புக்கில வச்சிட்டு நடக்கற? നിങ്ങൾ ആര് പറഞ്ഞ എന്റെ ബുക്ക് തുറന്ന് നോക്കാൻ? നിനക്ക് പരിശോധന വരെ കൂടുന്നുണ്ട്. இப்ப புரிஞ்சுதா? പോട്ടേറിയാ ചൂടാല്ലേ? പറയണ കുഴപ്പമൊന്നുമില്ല, ചൂടാണെന്നില്ല. പക്ഷെ ഇവൻ നാളെ രാവിലെ സൈക്കിളോടെ നാട് മുഴുവൻ പറഞ്ഞു പരത്തും. പറയോ? சொல்லு கண்ணா. അവളെ എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് വെച്ചാ என்ன லைன் அது சொல்லு. പൊങ്ങിയ പല്ല്, തേമ്പിയ ദേഹം, വലിയ വായ്, മൂക്കും കണ്ണും എല്ലാം വെരി ഓർഡിനറി. ஒரு சரக்கு என்ன சொல்றதுக்கு ஒண்ணுமே இல்லை. സിമ്പിൾ ആസ് എ പിമ്പിൾ. അതാണ് അവളുടെ ഭംഗി. അവൾ നൃത്തം ചെയ്യുമ്പോൾ ആ മുദ്രകൾ, ആ ചലനങ്ങൾ, என்ன പോടാ പുല്ലേ. கைയെடு പുല്ലേ. ഞാൻ ഇനി കോളേജിക്ക് ഇല്ലേ. അവമാനമാ പോச்சு. ഇറ്റ് വാസ് എ ചാലഞ്ച് ആൻഡ് ഐ ലോസ്റ്റ്. എന്നമ്മാ പതിവായി മലയാളം താൻ പേശുവായ്, അതേ പിടിക്കുമെന്ന് ചൊല്ലുവായ്. ഇപ്പൊ ഇംഗ്ലീഷ്, തമിഴ്. കോപം വന്നാ മലയാളം മറന്നു പോയിടുമാ. സത്യമാ ഞാൻ കോളേജിക്ക് ഫ്രണ്ട്സിന്റെ മുഖത്ത് നോക്കാൻ വയ്യ. എന്നമ്മാ ജലിനി ചിന്ന കുഴന്ത മാതിരി. കോളേജ് ലൈഫ് ഇതാനേ. ഇതാ പാര്, ഞാൻ മലയാളത്തിലെ പേசுறேன். இன்னொரு காலத்து அப்பா கிட்ட சொல்லல, எனக்கு புரியல എന്ന് சொல்லக்கூடாது. നിന്റെ അമ്മ ബാലസരസ്വതിയെ പോലും വെല്ലുന്ന ഒരു നർത്തകിയാകും എന്നെല്ലാരും ധരിച്ചു. ഈശ്വര നിശ്ചയം എതിരായ കാരണം അത് നടക്കാതെ പോയി. അത് പോട്ടെ ജനനി, നിനക്ക് നൃത്തവാസനയ്ക്ക് ഒരു കുറവുമില്ല. നൃത്തം അഭ്യസിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഒരു നർത്തകി എന്ന നിലയ്ക്ക് നിനക്ക് പേരും പെരുമയും കിട്ടണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. പാര് ജനനി, ഒന്നും ഡിസൈഡ് പണ്ണക്കൂടാതെ. അത് നല്ല വഴക്കമല്ലേ. അപ്പൊ നീ കോളേജിൽ വരുന്നില്ല, എനിക്ക് പോകാനാവില്ല. നീ കോളേജിൽ വരുന്നത് വരെ ഞാൻ നല്ലൊരു ആഹാരം കഴിക്കുന്നില്ല. സരിഗ പദ സദ പഗരി സ.
മോഹനമാണോ കല്യാണിയാണോ? பாக்குறதுக்கு மோகனை தான் அழகா இருக்கு, ஆனா அவளுக்கு ரொம்ப திமிர் ஜாஸ்தி. கல்யாணம் பண்றதுக்கு கல்யாணி தான் லைக். എടാ നിന്നേക്ക് ഈ സരസ്വതി ക്ഷേത്രത്തിൽ കയറ്റിയിലോടാ മരങ്ങോടാ. ഞാൻ പെണ്ണിന്റെ കാര്യമല്ല പറഞ്ഞത്, ഏത് രാഗമാണെന്നാണ് ചോദിച്ചത്. മോഹനമാണോ കല്യാണിയാണോ? அதோட பாட தெரிஞ்சாதானே எனக்கு ராகம் புரியும். காலைக்கு உனக்கு என்னடா சங்கீதத்துக்கு சம்பந்தம்? കാള നിന്റെ തന്തയാണ്. அப்பாவை மட்டும் சொல்லாதே. നിർത്തലേ തുടങ്ങി അതല്ലോ ആ പെണ്ണോന്ന് പറയും. ആ അവളിനി അടുത്ത കാലത്തൊന്നും വരും തോന്നില്ല. காலையில ஜலபானம் போல சாப்பிடாம தலையில மூஞ்சிய வச்சுக்கிட்டு ஒரே அழுக. சித்தப்பா படார் 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 நடிச்சுட்டா. ആരെ അടിച്ചത്? என்னத்தா എന്നാലും അവള് ഡാൻസുകാരെന്ന് കഷ്ടമായി പോയി. வருது வருது. டெஃபினட்டா ஆகும். എന്തോന്നാണ് നട്ടപ്പാതിരിക്കണം സംഗീതം? മനുഷ്യൻ കരുതി ഉറക്കില്ല അല്ലേ? ജനനി ജനനി ജന്മഭൂമി, നിന്റെ അമ്മമ്മയുടെ മുടിഞ്ഞ പ്രേമം. நமஸ்காரம். என்ன சின்னம் தம்பி, ராஜாமணி, நாட்டு பிரமாணிகளൊക്കെ வந்திருக்க, என்ன சமாச்சாரம்? உங்களை விட்டு என்ன நாட்டு பிரமாணி? நவராத்திரி வருது. நம்ம கிராமத்துல நவராத்திரி வருதுன்னா உங்களை வந்து காரணம் தானே அதுக்கு அர்த்தம். நீங்களே முதலாளா இருந்து நவராத்திரி முடிச்சு வைக்கணும். நீங்க தான் கம்மட்டி சேர்மான். போலீஸ் டிஐஜி மகாலிங்க செக்ரட்டரி, സ്റ്റേറ്റ് ബാങ്ക് ചിദംബരം ട്രഷറർ. അപ്പോ ഇത്തവണ ആരുടെ ആവണം കച്ചേരി? അതുകൂടെ പറയാനാ വന്നത്. ഈ വർഷം സംഗീത ശ്രീവട്ടം നേടിയ ശ്രീനിവാസ് അയ്യരെ കിട്ടുമോ നീങ്ക சொன்னா? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ അവൻ വരും. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതല്ലേ. എന്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ മാറില്ല. എന്നാൽ ഇത്തവണത്തെ നവരാത്രി കെങ്കേമമായി. പിന്നെ നിങ്ങളെ കുറിച്ചുള്ള എന്റെ പുതിയ കഥ എങ്ങും ചെന്നെത്തുന്ന ലക്ഷണമില്ല. ഇനി നിന്റെ അവളുടെ പഠിപ്പ് തീരാൻ 6 മാസമേ ഉള്ളൂ. മനസ്സിൽ സ്നേഹവും ആരാധനയും ഒളിപ്പിച്ചു വെച്ച് നടന്നാല് അവൾ അവളുടെ പാട്ടിന് പോകും. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ കൃഷ്ണേട്ടൻ പറയുന്നത്? ഉള്ള കാര്യം നീ അങ്ങ് തുറന്നു പറയണം. അതെങ്ങനെ? മൂപ്പിന്ന് രാവിലെ മോളെയും കെട്ടിയെടുത്തോണ്ട് ആ ചക്കട വണ്ടിയിൽ വരുന്നത്, വൈകുന്നേരം ആവുമ്പോ അതേ തന്നെ കയറ്റി സ്ഥലം വിടുകയും ചെയ്യും. ഇതിനിടയിൽ എവിടെ നിന്ന് സംസാരിക്കാൻ ചാൻസ് കിട്ടുന്നേ? എന്നാ വണ്ടിയിലുള്ള വരവങ്ങ് നിർത്തണം. ഞാനും അത് ആലോചിക്കായിരുന്നില്ല. 2 നാരങ്ങയുടെ ചിലവേ ഉള്ളൂ, വണ്ടിയുടെ ഗെൽത്ത ഇളവും. നവരാത്രി വരുന്നു. ഗ്രാമത്തിൽ എല്ലാവർക്കും നിന്റെ കച്ചേരി കേൾക്കണമെന്ന് വലിയ മോഹം. പ്രസിഡന്റ് ആയ സ്ഥിതിക്ക് എനിക്ക് പിന്മാറാൻ പാടില്ലല്ലോ. സമ്മതം. ஐயோ வைத்தி, ஒன்னும் தப்பா நினைக்க கூடாது. நவராத்திரி நாள் மைசூர் പാലസിലെ ഒരു കച്ചേരി ഏറ്റുപോയല്ലോ എന്നൊന്നും പറഞ്ഞാ പറ്റില്ല. നീ എന്റെ ഗ്രാമത്തിൽ വന്ന് ആ കച്ചേരി അഴകാ പാടണം. ஆமா, என் சிஷ்யன்மாരെ ആരെങ്കിലും അയച്ചാലോ? ഇംപോസിബിൾ. உனக்கு என்னோட பெருசா மைசூர் பேலஸ்? என்னப்பா சொல்ற நீ? கர்நாடக சங்கீதம் இன்னைக்கு பிக் பிசினஸ் ஆகி போச்சு. கேசட் ரங்கத்து തന്നെ ടേൺ ഓവർ എവ്വളവുന്ന് தெரியுமா உனக்கு? കിട്ടുന്ന ചാൻസ് മുതലാക്കിയില്ലെങ്കിൽ നാളേക്ക് ദുഃഖിക്കേണ്ടി വരും. மைசூர் பேலஸில் பாடப்போனால் கிடைக்கிற மெட்டீரியல் பெனிஃபிட் எவ்வளவுன்னு தெரியுமா உனக்கு? അതെല്ലാം ശരി. ഞാൻ കച്ചേരിക്ക് പേര് അനൗൺസ് ചെയ്തു പോയല്ലോ. ഇറ്റ് ഈസ് മൈ പ്രസ്റ്റീജ്. യു ഷുഡ് കം. ഈ നാരങ്ങ മുഴുവൻ പോക്കുകളിനകത്ത് അടിച്ചു കയറ്റിയാൽ മൂപ്പിലാൻ നിന്ന് വഴി കിടക്കും, മോളിറങ്ങി നടക്കും. புகைக்குழல்ல போடுறதுக்கு எதுக்கு 5 நாரங்க? குழல்ல 1 போட்டுக்கிட்டு மீதி புழிஞ்சு சாப்பிடலாமே. ഒന്ന് പോടാ എച്ചിപ്പട്ടേ. നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയോ? ഈ കാറ് 4-5 ദിവസം ഓടായിരുന്ന വയറ് നിറച്ച് കാപ്പി എന്റെ വക. அப்படின்னு நான் ரெடி.
കടവുലേ. ഞാൻ എത്ര നാളായി പറയുന്നു ഈ ചക്രാവണ്ടി ഒന്ന് മാറ്റാൻ. ചേട്ടാ ഒരു കുഴപ്പമില്ലായിരുന്നാണല്ലോ. മോളിറങ്ങി നടന്നോ, ഞാൻ വർക്ക്ഷോപ്പിൽ നാളെ കൂട്ടി നന്നാ കഴിച്ചു വരാം. വിഷയം എന്താ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എങ്ങനെ പറയണോന്നറിയില്ല. സത്യം പറഞ്ഞ പറയണോ പറയാമോ എന്ന് തന്നെ അറിയില്ല. എങ്ങനെ പറയാനാ? പറയാതിരുന്നാൽ എനിക്കിപ്പോ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്ന കണ്ടീഷനാ. എന്താപ്പ വേണ്ടത്? പറയാം. എന്നോട് പൊതുവെ പെൺകുട്ടികൾക്ക് ദേഷ്യമാണെന്ന് കോളേജിൽ ഒരു ടോക്കുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ സമർത്ഥിക്കാൻ വേണ്ടി ഒരു ബെറ്റ് വെച്ചു. നാളെ ഒരു പെൺകുട്ടിയെ ക്യാൻറ്റീനിൽ കൊണ്ടുവന്ന് കാപ്പി വാങ്ങിച്ചു കൊടുക്കാം. 200 രൂപ. എന്നെ സംബന്ധിച്ചിടത്തോളം 200 രൂപ വലിയൊരു തുകയാണ്. എന്നോട് സഹായിക്കണം. വല്ലാതെ പാട് തന്നെ. പിന്നെ എന്റെ സ്നേഹം ഇത്ര ക്രൂരമായി ചവിട്ടി തേച്ച് കളഞ്ഞത് കഷ്ടമായി പോയി കേട്ടോ. ഒരു കഷ്ടമില്ല. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം. എനിക്ക് എന്തിന്റെ കുറവാ? ഞാനൊരു സുന്ദരനാണെന്ന് ജനനിക്കറിയാം. നല്ലൊരു പാട്ടുകാരനാണെന്ന കാര്യത്തിലും ബുദ്ധിമാനാണെന്ന കാര്യത്തിലും ജനനിക്ക് സംശയമില്ല. ഇതിൽ കൂടുതൽ ഗോൾഡൻ ചാൻസ് വേറെ ഏത് പെണ്ണിന് കിട്ടും ഈ രാജ്യത്ത്? ഇവിടെ മിടുക്കനായ ഒരു ഭർത്താവിനെ കിട്ടാൻ പെൺകുട്ടികൾ പൂജ കഴിക്കുന്നു, തിങ്കളാഴ്ച വ്രതം നോക്കുന്നു. ഇതൊന്നുമില്ലാതെ 100% സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ഹൃദയവുമായി നല്ലൊരു സുമുഖനും സർവോപരി നല്ലൊരു പാട്ടുകാരനുമായ ഒരു ചെറുപ്പക്കാരൻ കാണിക്ക വെച്ച സ്നേഹം എന്തുകൊണ്ട് ചവിട്ടി തേച്ച് കളഞ്ഞു? ഞാൻ വിശ്വനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ജനനിയുടെ മനസ്സ് വെമ്പുന്നു എന്ന് എനിക്കറിയാം. പറയാൻ നാണമാണെങ്കിൽ ഒന്ന് ചിരിച്ചാ മതി. ചിരിക്കൂ. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എന്തുകൊണ്ട്? ഇഷ്ടമില്ലാത്തോണ്ട്. എന്തുകൊണ്ടാണ് ചോദിച്ചത്? പറയണോ? ആൽമരത്തിൽ ജമന്തിപ്പൂ പൂക്കോ? ആൽമരത്തിൽ ജമന്തിപ്പൂ പൂക്കോ? ഇല്ല. വെള്ളത്തിൽ വിളക്കുകൾ കത്തുവോ? ഇല്ല. ആരോണത്തിൽ മാത്രം ഒരു ഗാനം പാടുവോ? ഇല്ല. എനിക്ക് നിങ്ങളെ സ്നേഹിക്കാനാവോ? ഇല്ല. നിനക്ക് എന്താണ് തലയ്ക്ക് വല്ല കൃഷ്ണേട്ടന്റെ കാശുണ്ടോ? കൊണ്ടേ തന്നെ തരാൻ പറ്റുമോ? നിന്റെ തോന്നിവാസനൊന്നും തരാൻ എന്റെ കാശില്ല. നിനക്ക് ആകെ ഒരു മാസം ചെലവിന് കിട്ടുന്ന 250 തൊലിയാ. അതെടുത്ത് എണ്ണയും പൂവും വാങ്ങിച്ച പിന്നെ ഈ മാസം മുഴുവൻ എന്തെടുത്ത് നക്കും? അതടുത്ത പ്രശ്നം. ചേട്ടാ, എന്നെ അങ്ങനെ ആരെങ്കിലും എളുപ്പം തോപ്പിക്കാമെന്ന് വെച്ചാൽ പിന്നെ ജീവിച്ചിരുന്നൊരു കാര്യമുണ്ടോ? അതൊരു പെണ്ണ്.